സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ് കുബേരന്മാർ താമസിക്കുന്ന, പണക്കാർ താമസിക്കുന്ന, അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാർ താമസിക്കുന്ന വലിയ ഫ്ലാറ്റുകളും സമുച്ചയങ്ങളിലൊക്കെ താമസിക്കുന്ന വീട്ടിൽ നിന്നും നടന്ന ഒരു സംഭവം എന്നുള്ളതാണ്. അപ്പോൾ ഈ സംഭവം ഇങ്ങനെ നടന്നതിന് ശേഷം നമ്മുടെ മാധ്യമ പ്രവർത്തകരായാലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരായി കഴിഞ്ഞാലും ഇവരെല്ലാവരും ചെയ്തൊരു കാര്യമുണ്ട്. എന്താണെന്നല്ലേ, ആ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നെട്ടോട്ടമായിരുന്നു. പിന്നീട് ഇവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊടുക്കരുത്, മാധ്യമങ്ങൾ ഇവരെ കാണരുത്, അങ്ങനെയുള്ളൊരു സംവിധാനമായിരുന്നു. ഇതാണ് പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് ഇത് ചെയ്തതെങ്കിൽ അവളുടെ എന്താ പറയുക, ഈ തെറിച്ച ബന്ധം ഉണ്ടാവില്ലേ, മുള്ളിയ തെറിച്ച ബന്ധം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളവരെ വീട്ടിൽ വരെ പോയിട്ട് ഇവർ ഇൻ്റർവ്യൂ എടുക്കും എന്നുള്ളതാണ്. അതായത് ഇവർ കണ്ടുപിടിക്കും, മാധ്യമങ്ങൾ കണ്ടുപിടിക്കും ഇവർ ഏത് നാട്ടുകാരാണെന്ന് കണ്ടുപിടിക്കും, അതുപോലെ തന്നെ എവിടത്തുകാരാണെന്ന് കണ്ടുപിടിക്കും, അവിടെ പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്യും. അങ്ങനെ എത്രത്തോളം നാറ്റിക്കാൻ പറ്റും സമൂഹത്തിൽ അത്രത്തോളം നാറ്റിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നട്ടോട്ടമായിരുന്നു. പിന്നെ അതാണ് എന്താ വെച്ചാൽ ഉന്നതരാണ്, പണക്കാരാണ്, അവരുടെ കുടുംബത്തിൻ്റെ മഹിമ നമുക്ക് സംരക്ഷിക്കണം. ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകരും പറയുന്നത് കേട്ടു, ഇതൊന്നും നമ്മൾ അത്ര ഇഷ്യൂ ആക്കരുത്. പ്രധാനപ്പെട്ടൊരു മാധ്യമ പ്രവർത്തകനാണ്, അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിൻ്റേതായ ഒരു എന്താ പറയേണ്ടത് ഒരു ഇത് കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ വേറെ കാര്യമല്ല പറയുന്നത്, മറുനാടൻ മലയാളി സാജൻ അദ്ദേഹം പറയുന്നത് കേട്ടു, ഇത് നമ്മൾ അത്ര വലിയ ഒരു കാര്യമാക്കരുത്, എല്ലാ വീട്ടിലും സംഭവിക്കുന്നതാണ് ഇത് എന്ന് പറഞ്ഞിട്ട് ഇതിനെ ഒന്ന് ലഘൂകരിക്കുകയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ എല്ലാ വീട്ടിലൊന്നും ഇതൊന്നും സംഭവിക്കുന്നില്ല സാജ, അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. എല്ലാ വീട്ടിലും എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? എല്ലാ വീട്ടിലെയും പെൺകുട്ടികൾ ഇങ്ങനെയാണോ? എല്ലാ വീട്ടിലെയും പെൺകുട്ടികൾ തോന്നിയ പോലെ നടക്കുന്നതാണോ? അതൊന്നുമല്ല. ചില വീടുകളിൽ, അതായത് എന്തിനാ പറയാൻ മടിക്കുന്നത്, ഇതുപോലെയുള്ള ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ താമസിക്കുന്ന കുബേരന്മാരുടെ വീടുകളിൽ അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും അല്ലെ സ്ത്രീകളും യുവാക്കളൊക്കെ വന്നതും പോകുന്നതൊന്നും ഇവരൊന്നും മാതാപിതാക്കളൊന്നും അറിയാറില്ല. അങ്ങനെയൊക്കെ നടക്കുന്ന ഗർഭവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ കൊച്ചിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാജൻ പറയുന്നത് പോലെ ഇത് എല്ലാ വീട്ടിലും സംഭവിക്കുന്നതാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരില്ല, അതൊന്നുമല്ല. അപ്പോൾ എല്ലാവർക്കും താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുബേര കുടുംബത്തെ നമ്മൾ സംരക്ഷിക്കണം, ഇവരുടെ ഇതൊന്നും പുറത്തു പോകരുത്. അതുപോലെ തന്നെ ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഒരു 6-7 വർഷം കഴിഞ്ഞ് ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ആ പെൺകുട്ടിക്കൊരു ജീവിതമുള്ളതാണ്. ഇതൊക്കെ നമ്മൾ നോക്കണം. അതുമാത്രവുമല്ല, ഈ അമ്മയുടെയും അച്ഛൻ്റെയും ബന്ധുക്കൾ ഉയർന്ന ഉദ്യോഗസ്ഥരായിരിക്കാം. അപ്പോൾ അവരുടെയൊക്കെ കുടുംബം, ആഭിജാത്യം, അവരുടെയൊക്കെ തലമുറകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്യം ഇവിടത്തെ നമ്മളെ ഈ മാധ്യമ പ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും ഉണ്ട്. നേരെ മറിച്ച് ഒരു പാവപ്പെട്ടവനാണെങ്കിൽ അവനെ നമുക്കൊന്നും വേണ്ടേ, അവനെ നമുക്ക് ഇല്ലാതാക്കണം. അതാണ് അവൻ്റെ അണ്ടകടാഹം തോണ്ടണം എന്നുള്ള തരത്തിലാണ് ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരും ഇവരൊക്കെ. എന്തിനധികം പറയുന്നത്, ഈ മറുനാടൻ തന്നെ എത്ര വീഡിയോ എടുക്കും അതിനെ പറ്റിയിട്ട്? ഒരുപാട് വീഡിയോ എടുക്കും. മറുനാടൻ തന്നെ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ 4-5 തവണ അവരുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ എടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുന്ന ആൾക്കാർ ഇന്ന് ഒരു ലഘൂകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ 23 വയസ്സായ ഈ യുവതിക്കറിയില്ലേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഗർഭിണിയാകുമെന്നറിയില്ലേ? ഈ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരുത്തനെ പരിചയപ്പെട്ടപ്പോൾ തന്നെ അവൻ്റെ മുന്നിൽ പോയിട്ട് കിടന്നു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് വേറെ എന്തോ ഒരു അസുഖമുണ്ട്. ആ അസുഖം തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാമപ്രാന്ത് തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഇതിനെയൊക്കെ സമയാസമയത്ത് കെട്ടിച്ചു വിടാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കണമായിരുന്നു. അവർക്കതിനുള്ള സമയമില്ലല്ലോ. സൊസൈറ്റികളല്ലേ, സൊസൈറ്റി ലേഡീസല്ലേ. കാരണം ക്ലബ്ബുകളും അതുപോലെ തന്നെ പരിഷ്കാരങ്ങളും ചിലപ്പോഴെന്ന് പറയുന്ന മറ്റേ പരിപാടി ഉണ്ടാവും. ഏത് അറിയാം, ഈ ഭാര്യനെ കൈമാറ്റം ചെയ്യുന്ന പരിപാടി ഉണ്ടാവും. ഈ ക്ലബ്ബുകളും അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കുമല്ലോ. കുബേരവർഗ്ഗങ്ങളല്ലേ, ഇവരങ്ങനെയല്ലേ കളിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഈ 10 മാസം ഇതിൻ്റെ വയറ്റിൽ ഇത് ഉണ്ടായിട്ടും ഇവരാരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ പറയുന്ന മറ്റൊരു കാര്യം. ഈ സമ്പന്ന വർഗ്ഗങ്ങളിൽ നടക്കുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അച്ഛനും അമ്മ മക്കൾ എന്ത് ബന്ധം? ഒരു ബന്ധവും ഇല്ല. അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് എൻ്റെ മക്കളെ നിങ്ങൾ ഇടത്തരക്കാർ ചാടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇന്ന് എവിടെ നോക്കിക്കഴിഞ്ഞാലും എന്ന് പറഞ്ഞാൽ ലിവിങ് ടുഗദർ എന്ന് പറയുന്നൊരു സംഭവമാണ്. ലിവിങ് ടുഗദർ, പാർട്ട്ണർ, ഫ്രണ്ട്സ്, ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ പേര്. എന്നിട്ടോ ചെയ്യുന്നത് നാറിയ പരിപാടി. അതായത് ഒരുമിച്ചാണ് താമസം.
ഇതിനു വേണ്ടിയിട്ട് മാത്രം കൊച്ചിയിൽ വന്ന് തമ്പടിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് നാട്ടിൽ ഭാര്യയും മക്കളൊക്കെ ഉണ്ടാവും, പക്ഷേ കൊച്ചിയിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു ഫ്ലാറ്റും എടുത്തിട്ട് അപ്പോൾ ഈ കൂടെയുള്ള പെൺകുട്ടിക്ക് നല്ല സുഖമാണ്, യാത്ര പോകാൻ ബൈക്ക് ഉണ്ടാവും, കാറുണ്ടാവും. ഇല്ലെങ്കിലെന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെ എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള പൈസ ഉണ്ടാവും, എല്ലാ സാഹചര്യവും ഉണ്ടാവും. ഒരു ജോലിക്കും പോകണ്ട, ഇങ്ങനെ ലൈഫ് ഇങ്ങനെ സുഖിച്ച് നടക്കാം. നമ്മുടെ ഈ പഴയ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെടികൾ തന്നെ, വേറെ ഒന്നുമല്ല. പഴയ ഭാഷയിൽ പറയുമ്പോൾ വെടികൾ, ഇപ്പോഴതിനെ കുറച്ചും കൂടി ലഘൂകരിച്ചിട്ട് പാർട്ട്ണർ, ലിവിങ് ടുഗദർ ഇങ്ങനെയുള്ള പേരുകൾ വന്നു എന്ന് മാത്രം. ഇപ്പോഴും നമുക്കറിയാലോ, ഈ സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും കൊണ്ടുപോകാം, എവിടെയും പിന്നെ കയറ്റാം, അതുപോലെ തന്നെ ഒന്നിച്ചിരിക്കാം, ഒന്നിച്ച് കിടക്കാം, ഒന്നും കുഴപ്പമില്ല. അവിഹിതം നടത്തിയാലും കുഴപ്പമില്ല. അവിടെയൊക്കെ സുഹൃത്ത് എന്ന് പറയുന്ന ഒരു ലേബൽ മാത്രം മതി. ആ ലേബലിൻ്റെ ബലത്തിൽ നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളതാണ്. നേരെ മറിച്ച് പിന്നെ കാമുകനായി കഴിഞ്ഞാൽ ചോദ്യം വരും, അയ്യോ കാമുകൻ അങ്ങനെയല്ലായിട്ട് ചോദ്യം വരും എന്നുള്ളതാണ്. ഇപ്പോൾ സുഹൃത്തുക്കൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ 4-5 വർഷം ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഫ്ലാറ്റിൽ താമസിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരുത്തൻ്റെ തലയിലാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ 4-5 വർഷം കൊണ്ട് ചിലപ്പോൾ ഈ 2 അടിച്ചിട്ടും അതുപോലെ തന്നെ ബെൽച്ചിട്ടൊക്കെ ആയിരിക്കും ഇവർ ബന്ധപ്പെടുക. അപ്പോൾ ഈ സേഫ്റ്റി ഒന്നും നോക്കൂല. അങ്ങനെ ആകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗർഭിണിയാകും, ചിലപ്പോൾ പ്രസവിക്കും, ഇല്ലെങ്കിൽ അബോർട്ട് ചെയ്ത് കളയും. എന്നിട്ട് പ്രസവിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും അമ്മത്തൊട്ടിൽ കൊണ്ടാക്കും. ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചിയിൽ, പരിഷ്കര കൊച്ചിയിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ഇതിനൊന്നും എവിടെയും പോണ്ട. ഇതിനൊക്കെ മുൻപന്തിയിൽ എന്ന് പറഞ്ഞാൽ മലയാളികൾ തന്നെയാണ്. എന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ നമ്മളോട് പറയുന്നത് എന്താണ്? ബാംഗ്ലൂർ നോക്കൂ, ബോംബെയിൽ നോക്കൂ, മദ്രാസ് നോക്കൂ എന്നാണ്. നിങ്ങൾ മദ്രാസിനൊന്നും ഈ കൂട്ടത്തിൽ കൂട്ടണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഡീസൻ്റ് ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് മദ്രാസ് എന്ന് പറയുന്നത്, നമ്മുടെ ചെന്നൈ. പിന്നെ ബാംഗ്ലൂരുണ്ട്, ബാംഗ്ലൂരിൽ പല ആൾക്കാരും വന്ന് താമസിക്കുന്നുണ്ട്, അതുകൊണ്ടുണ്ട് എന്നുള്ളതാണ്. അവിടെയും മലയാളികൾ തന്നെയാണ് കൂടുതൽ. അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്തു തരാം. അപ്പോൾ ഈ കൊച്ചിയിൽ നടക്കുന്ന ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സംവിധാനം അത് നിർത്തലാക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഒരാൾ പോലും മീറ്റിങ്ങൊക്കെ റൂം കൊടുക്കരുത് എന്നാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ വലിയ ഫ്ലാറ്റിലൊന്നും ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. ഫ്ലാറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ ആർക്കും വേണമെങ്കിലും പോകാമല്ലോ, ആർക്ക് വേണമെങ്കിലും റൂം എടുക്കാം. അവർക്ക് പൈസ മാത്രം കിട്ടിയാൽ മതിയല്ലോ, അല്ലാതെ വേറെ ഒന്നും വേണ്ടല്ലോ. പൈസ മാത്രം കിട്ടിയാൽ മതി. ഇപ്പോൾ നിങ്ങൾ നോക്ക്, കൊച്ചിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാതെ 2 പേര് നടക്കുമ്പോൾ തന്നെ ഇതെൻ്റെ പാർട്ട്ണറാണ്, എൻ്റെ ഫ്രണ്ടാണ്, ഇല്ല ഞങ്ങൾ ലിവിങ് ആണ്. എന്നിട്ട് ഇത് കുറേ നാൾ കഴിയുമ്പോൾ വേറൊരുത്തിന് കല്യാണം കഴിക്കും. അതാണ്. എന്നാൽ ഈ കല്യാണം കഴിച്ച വിറ്റങ്ങൾക്ക് കൂടെ നിൽക്കണം എന്നൊന്നുമില്ല. ഇത് എവിടെ നിന്നാണ് ഈ സംസ്കാരം പഠിച്ചത് എന്ന് എനിക്കറിയില്ലായിരുന്നു. വളരെ മോശമായ രീതിയിലുള്ള ഒരു സംസ്കാരം തന്നെയാണ്. ഈ സംസ്കാരത്തിൻ്റെയൊക്കെ അവസാനം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു സംഭവമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കെടുത്ത പിന്നെ ഇപ്പോഴത്തെ ഒരുത്തനാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും അറിയില്ലേ. ഇനി അവനുണ്ടോ അങ്ങനെ ഒരാൾ എന്നൊന്നും അറിയില്ല. ഇനി വല്ല പാർട്ടിയിലും പോയിട്ടും അവിടെ പിന്നെ ഓഫായി കിടന്നേരം അരങ്ങും ഇതാക്കി പോയതാണോ എന്നും അറിയില്ല. കാരണം കുബേരന്മാർക്ക് പാർട്ടിയും കാര്യങ്ങളും ക്ലബ്ബും ഇങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് സമൂഹം ശ്രദ്ധിക്കുന്നത്. ഇവർക്ക് യാതൊരു കോട്ടവും വരാൻ പാടില്ല. സമ്പന്ന വർഗ്ഗമാണ് ഇവർ. പനമ്പള്ളി നഗറിലൊക്കെ ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സമ്പത്ത് വേണമെന്നുള്ളതാണ്. അവിടെ സാധാരണക്കാരൊന്നുമില്ല. ഈ പനമ്പള്ളി നഗറിലാണ് മമ്മൂട്ടീൻ്റെ എല്ലാം വീട് വരുന്നത്. അങ്ങനെയുള്ള വലിയ വലിയ വ്യവസായികളുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ വീട് വരുന്നത് പനമ്പള്ളി നഗറിലാണ്. സിനിമാ താരങ്ങളുടെ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ സിനിമാ താരങ്ങളുടേതാണ്. ഇപ്പോഴും സിനിമാ താരങ്ങളും ഒരുപാട് ആൾക്കാർ ഈ ലിവിങ് ആയിട്ട് താമസിക്കുന്നുണ്ട്. സിനിമാ താരങ്ങൾക്ക് കാരണം എന്താ വെച്ചാൽ അവർക്ക് 2 പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സിനിമ മതി. അപ്പോൾ അവർക്കും ഒരു സുഖമായി. അങ്ങനെ ഈ പിന്നെ കൊച്ചിയെ പറയിച്ചു കൊണ്ടിരിക്കുന്ന കുറേ ടീമുകൾ ഇപ്പം കൊച്ചിയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഈ കേരള സംസ്കാരത്തെ തന്നെ പറയിച്ചുകൊണ്ട് എന്തെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അത് സദാചാരമാകുകയും ഒന്നും പറയാൻ പാടില്ല, ഒന്നും പറയരുത്, ലുലു മാളിലൊക്കെ കെട്ടിമറിഞ്ഞ് നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എനിക്ക് ഈ പ്രിയപ്പെട്ട അമ്മമാരോടാണ് പറയാനുള്ളത്. ആമ്പിള്ളറോട് ഞാൻ പറയണമെന്ന് പറയില്ല, അവന്മാർ മുതലെടുക്കാൻ നടക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പെൺകുട്ടികളോടാണ് പറയുന്നത്, നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും കുടുംബങ്ങളും അടക്കം നാറും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട, വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് എൻ്റെ പൊന്നു മാതാപിതാക്കളെ, നിങ്ങൾ ഇങ്ങനെ അഴിഞ്ഞാടാൻ ഒരു കുഞ്ഞിനെ പോലും വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ലുലു മാളിലൊക്കെ നിങ്ങൾ പോയി നോക്കണം. അവിടെയൊക്കെ ചുംബന സമരമൊന്നും അല്ല. അതുപോലെ തന്നെ മറൈൻ ഡ്രൈവിലും അവിടെ ഇവിടെയുള്ള പാർക്കിലും കാര്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കും മനുഷ്യൻ്റെ തുണിയുരിക്കുന്ന തരത്തിലുള്ള ഇതാണ് കാണുന്നത്. പരസ്യമായിട്ടല്ലേ ചുംബിച്ചിട്ടും കെട്ടിപ്പിടിച്ചിട്ടും നടക്കുന്നത്. അത് കഴിഞ്ഞ് ഈ പിന്നെ എന്താ പറയണ്ടേ, ഏതെങ്കിലും വിവാഹ സൈറ്റിലൂടെ ഏതെങ്കിലും ഒരുത്തിന് സെറ്റാകും. എന്നിട്ട് ഓൻ്റെ കൂടെ അങ്ങോട്ട് പോകും. ചിലപ്പോഴും വല്ലപ്പോഴും എപ്പോഴെങ്കിലും ഇവനുമായിട്ട് വന്നിട്ടൊരു അഭിഹിതം ഉണ്ടാവും. അതാണ്. ഇനിയിപ്പോൾ ഈ ലിവിങ് പാർട്ട്ണർ 2 പേരും പിരിഞ്ഞു പോയി എന്ന് വിചാരിച്ചോ,
രണ്ടുപേരും പിരിഞ്ഞ് ഒരാൾ കല്യാണം കഴിച്ചു മറ്റേയാളും കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചോ. ഈ കുറേ നാളെ കഴിയുമ്പോൾ ഇവർ വിദേശത്തൊക്കെ ആയിരിക്കും, ലീവിന് വന്നിട്ട് വീണ്ടും ഒരു 2 ദിവസമൊക്കെ ലിവിങ് കഴിഞ്ഞിട്ട് പോകുന്ന ടീമൊക്കെ ഉണ്ട്. അങ്ങനെയും ലിവിങ്ങിന് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംസ്കാരത്തിന് യോജിക്കാത്ത തരത്തിലുള്ള വളരെ മോശമായ കാര്യം തന്നെയാണ് കൊച്ചിയിൽ കുബേര കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് നടക്കുന്നത് എന്നുള്ളതാണ്. അതിന് നമ്മൾ എവിടെയും പോകണ്ട, നമ്മളെ കൊച്ചിയിലേക്ക് പോയാൽ മതി. അവിടെ ഒരു ദിവസം നമ്മൾക്ക് ഇങ്ങനെ എന്താ പറയുക, ആ ലുലു മാളിൻ്റെ മുമ്പിലും അതുപോലെ തന്നെ പല ഫ്ലാറ്റ് സമുച്ചയങ്ങളിലൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള മരുന്നുകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഗുളികകളും ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എല്ലാത്തിനും ചുക്കാൻ പിടിച്ചു കൊടുക്കുന്ന കുറേ എന്താ പറയുക ഉദ്യോഗസ്ഥ വർഗ്ഗങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. യാതൊരുവിധ പ്രശ്നവുമില്ലല്ലോ. ഇത്രയും വലിയ ഫ്ലാറ്റിലൊക്കെ ആര് ചെക്ക് ചെയ്യാനാണ്, ആര് പോകാനാണ്? ആരും പോകത്തില്ല. അതുകൊണ്ട് ഇവർക്ക് നല്ല രീതിയിൽ അഴിഞ്ഞാടി ജീവിക്കാം. അഴിഞ്ഞാട്ടം തന്നെയാണ് അവിടെ നടക്കുന്നത്. അവിടെ സ്ത്രീകൾ പിന്നെ എന്താ പറയേണ്ടത് വളരെ മോശമായ രീതിയിൽ അഴിഞ്ഞാടുക തന്നെയാണ്. ഇതിനെതിരെ ഒരു നല്ല രീതിയിലുള്ള ഒരു ബോധവൽക്കരണം കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് എന്ന് പറയുന്നത് ഈ എയ്ഡ്സ് പോലെയുള്ള അസുഖങ്ങൾ ഒരുപാട് പകരുന്നുണ്ടാകും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ. ഇതൊന്നും കിട്ടുന്നതായിരിക്കും പാവപ്പെട്ട ഒന്നും അറിയാതെ പോയിട്ട് ഇവരുടെ വലയിൽ വീഴുന്ന ചെറുപ്പക്കാരുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ കല്യാണത്തിൻ്റെ സൈറ്റ് ഉണ്ടല്ലോ, ഈ മാട്രിമോണി പോലെയുള്ള ഒരുപാട് സൈറ്റുകളുണ്ട്. ഈ സൈറ്റിലാണ് പിന്നെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് മടുത്ത് കഴിഞ്ഞതിൻ്റെ ഒരു 25, 26, 27 വയസ്സിലാവുമ്പോൾ ഈ സ്ത്രീകൾ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ അകത്തങ്ങ് ഇത് ചെയ്യും. ഇത് ചെയ്യുമ്പോഴേക്ക് ഏതെങ്കിലും ഒരുത്തിൻ്റെ തലയിലാവും എന്നുള്ളതാണ്. പിന്നെ അവൻ ചുമക്കണതിന ചിലപ്പോൾ അതിന് എയ്ഡ്സും ഉണ്ടാവും, ലൈംഗിക രോഗവും ഉണ്ടാവും, സകലതും ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ പച്ച പിടിക്കുക. ഈ കുബേരന്മാരുടെ പുറകെ പോയിട്ട് സൗന്ദര്യവും അതുപോലെ പുട്ടിയടിച്ച് നടക്കുന്നതും ഇതൊന്നുമല്ല നമ്മുടെ ലൈഫ്. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് നിങ്ങൾ ഇനി എന്ത് ചിന്താഗതി പറഞ്ഞു കഴിഞ്ഞാൽ 19ലെ അമ്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വേണ്ടിയില്ല, പറയുകയാണ് നമ്മുടെ സംസ്കാരത്തിനനുസരിച്ചുള്ള ഒരു ലൈഫാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.